നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കെറട്ടോകോണസ് എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തെ പ്രിസൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ റിഫ്രാക്റ്റീവ് സർജനുമായ ഡോക്ടർ ജയറാമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കെറട്ടോകോണസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലുള്ള ട്രീറ്റ്മെൻ്റ് ആണോ, അതോ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സ ആരംഭിക്കും? ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് മൈൽഡ്, അതുപോലെ മോഡറേറ്റ്, സിവിയർ എന്ന് 3 സ്റ്റേജുകളിലേക്ക് ആയിട്ടാണ് കെറട്ടോകോണസ് ഉണ്ടാകുന്നത്. അത് മൈൽഡിൽ നിന്ന് മോഡറേറ്റ് ആവും, ചിലവർക്ക് സിവിയർ ആവും, ചിലവർക്ക് ഇത് പ്രോഗ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അവരുടെ കണ്ണിൻ്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രസ് ചെയ്യുന്ന ആളുകൾക്ക് കൊളാജൻ ക്രോസ് ലിങ്കിങ് ചെയ്ത് അത് പ്രോഗ്രഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കാഴ്ചയ്ക്കായിട്ട് ചെയ്യുന്ന ചികിത്സാ രീതികളാണ്. ഇപ്പം മൈൽഡായിട്ടുള്ളവർക്ക് ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും കാഴ്ച ക്ലാരിറ്റി കിട്ടാറുണ്ട്. ഇപ്പം കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്തിട്ടുള്ള മോഡറേറ്റിൽ ഉള്ള ആളുകളാണെങ്കിൽ ടോറിക് ആയിട്ടുള്ള സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ഗ്രേഡിംഗ് അനുസരിച്ച് ആണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. ഇതിലും കൂടുതൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കണ്ണിൻ്റെ ഈ കെറട്ടോകോണസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നിർമ്മിക്കുന്ന കോണ്ടാക്ട് ലെൻസുകളുണ്ട്. കെരാസോഫ്റ്റ്, അതുപോലെ തന്നെ റോസ്കെ, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസുകൾ. അപ്പോൾ ഈ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിച്ച് കാഴ്ച ശക്തി സാധാരണ പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും കോണ്ടാക്ട് ലെൻസുകൾ ചില ആളുകൾക്ക് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും, അല്ലെങ്കിൽ അവർ ഇത് വരുന്ന ചികിത്സക്കായിട്ട് വരുന്ന സമയത്ത് കോണ്ടാക്ട് ലെൻസ് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ വളവ് നിവർത്തുന്ന പല തരം ചികിത്സകൾ, ശസ്ത്രക്രിയകളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന ഇൻട്രാകോർണിയൽ റിങ്ങുകളുണ്ട്. ആ റിങ്ങുകൾ അകത്തേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണി കുറേ കൂടി നിവർന്ന് ഇരിക്കും. നിവർച്ച വരുന്നതോടുകൂടി കാഴ്ചയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെറട്ടോകോണസ്, പ്രത്യേകിച്ച് ഈ കോണ്ടാക്ട് ലെൻസുകളോ ഈ റിങ്ങോ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കനം വളരെ കുറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള കോണ്ടാക്ട് കെറട്ടോകോണസിൽ നമ്മൾ ഈ കോർണിയയുടെ ഉപരിതലം, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് 5 ലെയറുകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഉപരിതലത്തിലെ 3 ലെയറുകൾ, അതിലാണ് ഈ കൊളാജൻ ഇതിൻ്റെ പ്രോബ്ലം സംഭവിക്കുന്നത്. ആ ഭാഗം മാറ്റുന്ന ലമെല്ലാർ കോർണിയ ട്രാൻസ്പ്ലാന്റ് എന്ന ശസ്ത്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലമെല്ലാർ കോർണിയൽ ശസ്ത്രക്രിയയിൽ ഈ ചെയ്യുന്ന ആളിൻ്റെ അകത്തുള്ള എൻഡോത്തീലിയം ഡെസ്മെറ്റ്സ് മെംബ്രെയിൻ എന്നുള്ള ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പുറത്തുള്ള ട്രീറ്റ്മെൻറ്റ് കോർണിയ മാറ്റിവെക്കുന്നത്. അങ്ങനെ മാറ്റിവെച്ച് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കോർണിയ നമുക്ക് അറിയാം, കോർണിയ ട്രാൻസ്പ്ലാന്റ് അല്ല, വേറെ ശരീരത്തിൻ്റെ ഏത് അവയവവും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിജക്ഷൻ്റെ സാധ്യത വളരെ കുറയുന്നു. അതോടൊപ്പം തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസ്റ്റിഗ്മാറ്റിസം, അത് സാധാരണ ഫുൾ തിക്നെസ് കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ കൂടുതലായിരിക്കും, അത് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സാധാരണ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് കണ്ണ് പൂർവ്വസ്ഥിതിയിലെത്താനും നമുക്ക് സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്യുവാനും ഒത്തിരി സമയം, ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ വേണ്ടി വരും. ഇതിലാവുമ്പോൾ മാസങ്ങൾ കൊണ്ട് തിരിച്ച് നോർമൽ സ്ഥിതിയിലേക്ക്. ഒരു കോൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ സാറേ, കായംകുളത്ത് ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിക്കാം മാഡം, പറയൂ. എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. മകന് കാഴ്ച കുറവാ, ദൂരക്കാഴ്ച കുറവാ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അന്നേരം സാറേ, അത് പിന്നെ ലേസർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് നാട്ടിൽ ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദൂരക്കാഴ്ച ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് ലേസർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഗിരിധറി പോയായിരുന്നു, എറണാകുളത്ത്. അപ്പൊ അവിടെ പുതിയതായിട്ട് ലേസർ സംവിധാനം തുടങ്ങുന്നതേ സാറേ, അതുകൊണ്ട് കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ, അത് നമുക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലായി. ഇത് ഇപ്പം മകന് ഷോർട്ട് സൈറ്റ് ആയിരിക്കണം.
ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂരത്തേക്കുള്ള കാഴ്ച കുറവായിരിക്കും. അത് കണ്ണിൽ മൈനസ് പവർ ഉള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്നത്. അത് ലേസർ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ണിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസുകൾ ഉപയോഗിച്ചും കറക്റ്റ് ചെയ്യാം. അത് കണ്ണിൻ്റെ ഇപ്പോൾ അത് ഒരു സംശയം ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത് അത് ചെയ്താൽ കണ്ണിന് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ അതിൽ കാണുന്നുണ്ട്. പക്ഷേ അത് ഈ കണ്ണിൻ്റെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. ആ ടെസ്റ്റുകളിൽ കണ്ണിൻ്റെ ഒരു കോർണിയയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ലേസർ ചെയ്താലോ അല്ലെങ്കിൽ ICL ഈ ലെൻസ് ഇംപ്ലാന്റ് ചെയ്താലോ ഏതാണ് കൂടുതൽ നന്നാവുക എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടർ ചികിത്സ ചെയ്യുന്നത്. ഇപ്പോൾ ആ ടെസ്റ്റുകളിലൂടെ കണ്ണിൽ ലേസർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് കാണുന്നതെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കെറട്ടോകോണസ് എന്നൊരു അസുഖത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തെ പ്രിസൈസ് ഹോസ്പിറ്റലിലെ റെറ്റിനൽ സർജനായ റിഫ്രാക്റ്റീവ് സർജനായ ഡോക്ടർ ജയറാമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഈ സാർ നേരത്തെ പറഞ്ഞു യങ്സ്റ്റേഴ്സിൽ വരുന്ന അതാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു 10th അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ ഏർലി ടീനേജസിൽ ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ലൊരു ജോലിയൊക്കെ, പ്രത്യേകിച്ച് IT പ്രൊഫഷണലാണ് എങ്കിലാണ് നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നത് ആ സമയത്താണ്. ആ സമയത്ത് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. തീർച്ചയായും അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ആ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച പ്രശ്നം പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ചികിത്സാ സംവിധാനങ്ങൾ വെച്ചും കൊണ്ട് അത് അവരുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കാത്ത രീതിയിൽ ചികിത്സിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ശാസ്ത്ര പുരോഗതിയുടെ നല്ല വശം. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന് ഇനി അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.